ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. മെഡിക്കൽ രംഗത്തെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. നമ്മൾ നേരത്തെ ഉള്ള ചില വീഡിയോകളിൽ ഡാലി, ക്വാളി എന്ന രണ്ട് സങ്കല്പങ്ങൾ പരിചയപ്പെട്ടു. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും. അതിനെ വിശദീകരിക്കാനാണ് ഈ വീഡിയോ. ഡാലി എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്, ക്വാളി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഈ ഡിസബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റും ക്വാളിറ്റി അഡ്ജസ്റ്റ്മെൻറ്റും രണ്ട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. പക്ഷേ രണ്ടും ലൈഫ് ഇയേഴ്സിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷിത ആയുർദൈർഘ്യം മുഴുവൻ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, അത് എത്ര വർഷം നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു മതിപ്പാണ് ഈ ലൈഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. പ്രധാന വ്യത്യാസം ഡാലികളും ക്വാളികളും തമ്മിലുള്ള, ഡാലി എന്ന് പറയുന്നത് പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ടൂളാണ്. പൊതുജനാരോഗ്യ രംഗത്ത് പ്ലാനിങ്ങിലും മറ്റുമാണ് ഡാലികൾ ഉപയോഗിക്കുന്നത്. സമൂഹത്തിൽ പ്രയോഗിക്കുന്ന ഒരു ടൂളാണ്. എത്രത്തോളം ഇപ്പോൾ ഡയബറ്റിസ് കൊണ്ട് ഈ സമൂഹത്തിൽ എത്രത്തോളം ആഘാതമുണ്ട്, തമിഴ്നാട്ടിൽ നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ച് കൂടുതൽ ഡാലികൾ മൂലമുള്ള നഷ്ടമുണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയെ അപേക്ഷിച്ച് അമേരിക്കയിൽ കൂടുതലാണോ, അങ്ങനെയൊക്കെയുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ ഈ വർഷം 20 വർഷം മുമ്പുള്ളതിനേക്കാളും ഇപ്പോഴത്തെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് ഡാലികൾ ഉപയോഗിക്കുന്നത്. അതേസമയം ക്വാളി എന്ന് പറയുന്നത് ഒരു ചികിത്സയുടെ, അതൊരു ക്ലിനിക്കൽ ടൂളാണ്. അതായത് ആശുപത്രികളിൽ രോഗികളിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പൊതുജനാരോഗ്യ രംഗത്തല്ല, മറിച്ച് ഇപ്പോൾ ക്യാൻസർ വന്ന രോഗികൾ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള രോഗികൾ, അവർക്ക് ഒരു ചികിത്സ കൊണ്ട് എത്രത്തോളം മെച്ചം ഉണ്ടാകുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ക്വാളികൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഡാലി സമൂഹത്തിൽ രോഗാതുരതയുടെ ആഘാതം പഠിക്കാൻ പ്രയോജനപ്പെടുത്തുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബേർഡൻ ഓഫ് മോർബിഡിറ്റി. തിരിച്ച് ക്വാളി ചികിത്സയുടെ ആഘാതം അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു. കമ്പയറിങ് ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻസ്, ഇപ്പോൾ ഒരു മരുന്ന് മറ്റൊരു മരുന്നിനേക്കാളും മെച്ചമാണോ എന്നറിയാനൊക്കെയാണ് ക്വാളി ഉപയോഗിക്കുന്നത്. അതായത് ആരോഗ്യ പ്ലാനിങ്ങിലാണ് ഡാലികളെ കൊണ്ടുള്ള കൂടുതൽ ഉപയോഗം. അതേസമയത്ത് വിഭവ വിന്യാസം എങ്ങനെ നടത്തണം എന്ന് അറിയാനായിട്ട് ഡാലികൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഏറ്റവും അധികം ഡാലി കൊണ്ടുള്ള നഷ്ടം സംഭവിക്കുന്നത് ഒരു പ്രത്യേക രോഗം കൊണ്ടാണെങ്കിൽ ആ രോഗം ചികിത്സയ്ക്കും പ്രതിരോധത്തിനും നമ്മൾ കൂടുതൽ പൈസ പ്ലാൻ ചെയ്യണം. നേരെ മറിച്ച് ക്വാളി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ, ചികിത്സാ രീതികൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണോ എന്ന് കണ്ടുപിടിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ സാങ്കേതികമായി വലിയൊരു വ്യത്യാസമുള്ളത്, ഡാലിയുടെ കണക്കിൽ 0 എന്നുള്ളത് പൂർണ്ണ ആരോഗ്യവും 1 എന്നുള്ളത് മരണത്തിന് സമാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. തിരിച്ച് ക്വാളിയിൽ നേരെ തിരിച്ചാണ്. 0 എന്ന് പറയുന്നത് മരണവും 1 എന്നുള്ളത് പൂർണ്ണ ആരോഗ്യവുമാണ്. അപ്പോൾ എത്ര ഡാലികൾ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ക്വാളികളിൽ എത്ര ക്വാളികൾ നേടി എന്നുള്ളതാണ്, ചികിത്സ കൊണ്ട് എത്ര ക്വാളികൾ അധികമായി നേടി എന്നുള്ളതാണ് ക്വാളിയുടെ കണക്ക്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള കണക്കുകളാണ്. പിന്നെ ഒരു വ്യത്യാസം, ഡാലികൾ ലോകമാസകലം ഒരേ രീതിശാസ്ത്രം ആണ് ഉപയോഗിക്കുന്നത്. ഒരേ തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ്. അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തഡോളജി ഉണ്ട്, യൂണിഫോം മെത്തഡോളജി ഉണ്ട്. തിരിച്ച് ക്വാളി എന്ന് പറയുന്നത് പലപ്പോഴും പല പഠനങ്ങളിലും വ്യത്യസ്ത ക്വാളികൾ അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ക്വാളികളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ പഠനത്തിനകത്തുള്ള താരതമ്യങ്ങൾ മാത്രമേ ശരിയായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡാലിയുടെ ഒരു വലിയ ന്യൂനതയായിട്ട് പറയുന്നത് ഉൽപ്പാദനക്ഷമമായ വിഭാഗങ്ങൾ, ഇപ്പോൾ ചെറുപ്പക്കാർ അങ്ങനെയുള്ളവർക്ക് പൂർണ്ണമായ വെയിറ്റേജും, അതേസമയത്ത് എക്കോണമിയിലേക്ക് നമുക്ക് പ്രൊഡക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമമല്ലാത്ത കുട്ടികൾ, പ്രായം ചെന്നവർ എന്നിവരെ അവർക്ക് കാര്യമായ വെയിറ്റേജ് കൊടുക്കുന്നില്ല. അങ്ങനെ ആ മെത്തഡോളജിയുടെ രീതിശാസ്ത്രത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയത്ത് ക്വാളി എന്ന് പറയുന്നത് അങ്ങനെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വേർതിരിവ് കണക്കാക്കാത്ത ഒരു രീതിയാണ്. ഇത് രണ്ടും ഇങ്ങനെയുള്ള ചില പ്രധാന വ്യത്യാസങ്ങൾ ഡാലിയും ക്വാളിയും തമ്മിലുണ്ട്. പക്ഷേ അതേസമയത്ത് അവ തമ്മിൽ വളരെ സാമ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം.